ഹായ് ഹലോ നമുക്കിന്ന് ഒരുപാട് നാൾ കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ആംല മുറബയുടെ റെസിപ്പി കേട്ടാലോ. അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. അധികം വീട്ടിൽ നെല്ലിക്ക വാങ്ങിയ ഉപ്പിലിടാറല്ലേ പതിവ്. ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെല്ലിക്ക വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല. 4-5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കുത്തിയെടുക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരല്ലിമേൽ ഒറ്റ വട്ടം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടർന്നു വരാനുള്ള ചാൻസ്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. നിങ്ങൾ ചൂട് തണഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വേവിക്കുമ്പോൾ അധികം നേരം വേവിക്കരുത് കിട്ടും. പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ആവശ്യത്തിനുള്ള ശർക്കരയും ഞാൻ പനക്കൽക്കണ്ടും എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം പറഞ്ഞിട്ട് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കുറച്ച് വെച്ചിട്ട് വേവിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര പാനീയം വറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കേ. അപ്പോൾ ഇത് എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കാനല്ലേ. അപ്പോൾ പാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ് പൊടിച്ചിട്ടൊക്കെ ഓരോരുത്തർ ആഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങയും പിഴിയുന്നത് നല്ലതായിരിക്കും. ഞാനത് രണ്ടും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.